അപ്പോൾ നമ്മളുടെയും പാരൻറ്റിങ് ലൈഫ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. രാവിലെ 5:45 ഞാൻ എണീറ്റിട്ട് ഇത്തിരി വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇതിൽ കുളിച്ചിട്ട് വന്ന് വിളക്കൊക്കെ വെക്കുകയാണ്. അതിനുശേഷം പോയിട്ട് വേണം ചപ്പാത്തി ഉണ്ടാക്കാൻ. അപ്പോൾ ചപ്പാത്തിക്ക് ഞാൻ ഓൾറെഡി കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് പരത്തി ചുട്ടാൽ മതി ആവശ്യത്തിനനുസരിച്ചിട്ട്. പിന്നെ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റും ഒരു ഫ്രൂട്ട് ഐറ്റം മാത്രം കൊടുത്തു വിട്ടാൽ മതി, ലഞ്ച് കൊടുത്തു വിടേണ്ട കാര്യമില്ലല്ലോ. പിന്നെ 7 മണിക്ക് ഇവിടെ നിന്ന് നമുക്ക് പോയാൽ മതി കേട്ടോ. അപ്പോൾ ഇപ്പോൾ 6 മണിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ 6:30 ആകുമ്പോഴത്തേനും എല്ലാം സെറ്റാക്കിയിട്ട് 6:30ക്ക് മോനെ വിളിച്ചുണർത്തും. പിന്നെ അവനെ റെഡിയാക്കും. അങ്ങനെയാണ് കേട്ടോ എൻ്റെ ഒരു പ്ലാനിങ്. പിന്നെ എല്ലാ കുട്ടികളും ഫസ്റ്റ് ഡേ ഒക്കെ ആയിരിക്കും വാശിയും കുറുമ്പൊക്കെ. ഇവർ നേരെ ഓപ്പോസിറ്റാണ്. ഫസ്റ്റ് ഡേ ഭയങ്കര ഉഷാറായിട്ടാണ് പോയത്. ഇപ്പം രണ്ടാമത്തെയും മൂന്നാമത്തെയും ദിവസമായപ്പോഴാണ് ഇവർ കുറുമ്പും വാശിയും പോകാൻ ഇൻട്രസ്റ്റ് ഇല്ലായ്മയും അവന് സംഭവം ബോറടിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാനിത് അവനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മൂസമ്പി, ചപ്പാത്തി, പയർ തോരനല്ല, കറിയല്ല, അങ്ങനെ ഒരു മെഴുക്കുവരട്ടി പോലെ ആക്കിയിട്ടുണ്ട്. ഇതൊന്നും കഴിക്കില്ല എന്നുള്ളതാണ് സത്യം. വെറുതെ ഉണ്ടാക്കി വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അവനെ റെഡിയാക്കി ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ അത്യാവശ്യം ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ. എന്നാലും അവന് കരച്ചിലും പൊഴിച്ചിലും ആയതുകൊണ്ടാണ് വണ്ടിയൊക്കെ എടുത്ത് പോണത് കേട്ടോ. അപ്പോൾ അതേ ക്ലാസ്സിലേക്ക് കൊണ്ടുപോകണത്, ഈ പറഞ്ഞു പോണത് നെസ്റ്റോയിലേക്ക് തിരിച്ചു വരുമ്പോൾ കൊണ്ടുപോകാമെന്നാണ് കേട്ടോ. ആ ഒരു ഉഷാറിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണം.